ഹരേ കൃഷ്ണ. 2025 അമലക്കി ഏകാദശി നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് മാർച്ച് 10 തിങ്കളാഴ്ചയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറയാം. അപ്പോൾ ഏകാദശി തിഥി ആരംഭിക്കുന്നത് മാർച്ച് 9 രാവിലെ 7:45 ആരംഭിച്ചു. അതേസമയം തീയതി അവസാനിക്കുന്നത് 10 രാവിലെ 7:44 പക്ഷേ നമ്മൾ ഏകാദശി വ്രതം നോക്കുന്നത് മാർച്ച് 10 അതായത് തിങ്കളാഴ്ച ആണ് നമ്മൾ വ്രതം നോക്കുന്നത്. അമലക്കി ഏകാദശിയുടെ പാരണ വീടുന്നത് നമ്മൾ ചൊവ്വാഴ്ച അതായത് മാർച്ച് 11 രാവിലെ 6:35 മുതൽ 8:13 വരെയാണ് നമ്മൾ പാരണ സമയം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സമയം തന്നെ ഇതിനകം തന്നെ നിങ്ങൾ വ്രതത്തിൻ്റെ പാരണ വീടാവുന്നതാണ്. അപ്പോൾ ഈ വർഷത്തെ അമലക്കി ഏകാദശി ആഘോഷിക്കുന്നത് ഫാൽഗുണ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ അതായത് 2025 മാർച്ച് 10 തിങ്കളാഴ്ചയാണ് നമ്മൾ അമലക്കി ഏകാദശി ആഘോഷിക്കാൻ പോകുന്നത്. അമലക്കി ഏകാദശി ആഘോഷിക്കുന്നത് കൊണ്ട് ഈ പുണ്യദിനത്തിൽ നമ്മൾ വ്രതമനുഷ്ഠിക്കുന്നവർക്ക് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു. കൂടാതെ ഈ വ്രതം സമ്പത്ത്, വിജയം, സന്തോഷം, സൗഭാഗ്യം, മറ്റ് എല്ലാ ലൗകിക സുഖങ്ങളും നൽകുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. കൂടാതെ അമല ഏകാദശി ദിവസത്തിൽ അമല എന്ന് പറയുന്നത് നെല്ലിക്ക വൃക്ഷത്തെ ആരാധിക്കുകയും അതുപോലെ തന്നെ ഭഗവാൻ വിഷ്ണുവിനെ നെല്ലിക്ക സമർപ്പിക്കുകയും വേണം. നെല്ലിക്ക അതിൻ്റെ അത്ഭുതകരമായ ഗുണങ്ങൾക്ക് പേരുകേട്ടതാണ്. അത് ദീർഘായുസ്സിനെ പ്രതിനിധീകരിക്കുന്നു. കൂടാതെ ഈ വൃക്ഷത്തെ ആരാധിക്കുകയും ഭഗവാൻ വിഷ്ണുവിനെ നെല്ലിക്ക സമർപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ആരോഗ്യവും ദീർഘായുസ്സും ലഭിക്കുമെന്നാണ് വിശ്വാസം. അപ്പോൾ രാവിലെ തന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് പൂജാ റൂം ക്ലീൻ ചെയ്ത് നിങ്ങൾ ഭഗവാനെ നിങ്ങൾക്ക് പൂജിക്കാവുന്നതാണ്. അപ്പോൾ നെല്ലിക്ക നിങ്ങൾക്ക് സമർപ്പിക്കാം. നെല്ലിക്ക നിവേദ്യമായിട്ട് സമർപ്പിക്കാം. പിന്നെ പാരായണം ചെയ്യേണ്ടത് വിഷ്ണു സഹസ്രനാമ പാരായണം ചെയ്യാം, ഭഗവത്ഗീത, നാരായണീയം, ഭാഗവതം, ഓം നമോ ഭഗവതേ വാസുദേവായ, ഹരേ കൃഷ്ണ മന്ത്രം എല്ലാം നിങ്ങൾക്കറിയാവുന്ന മന്ത്രങ്ങളൊക്കെ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. അപ്പോൾ ഭഗവാന് നിവേദ്യമായിട്ട് നിങ്ങൾ നെല്ലിക്ക സമർപ്പിക്കുകയും ഏകാദശി വ്രത കഥ കേൾക്കുകയും ചെയ്യുക. അപ്പോൾ പാരണ വിടേണ്ട സമയം ചൊവ്വാഴ്ച തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒരു കമൻ്റ് ഇടാനും പിന്നെ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കുന്ന ഹരേ കൃഷ്ണ. സർവ്വം രാധാകൃഷ്ണ.